നമ്മൾ ഇന്നതാ ഒരു ട്രിപ്പ് പോകാൻ പോവാന്ന്. സന്തോഷുണ്ട്, സന്തോഷിന്റെ വൈഫുണ്ട്. ഇതാണ് ഗൈസ് അവസ്ഥ. കണ്ടതാ നമ്മൾ പിന്നെ ഒറ്റത്തടി ആയതുകൊണ്ട് ഭാഗ്യം തന്നെ. മംഗലം കഴിക്കണല്ലേ പെട്ടെന്ന് കഴിക്കണം. നമുക്ക് ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കേണ്ടതാണ്. ഇവര് കപ്പിൾസ്, നമ്മളാ സിംഗിള്. അപ്പൊ ഒരു ട്രിപ്പ് പോവാന്ന്, ഒരു സ്ഥലം വരെ അല്ലേ. അപ്പൊ വീഡിയോ ഫുള്ളായി കാണാം അല്ലേ. ഒരു കിടുക്കാച്ച് ടൂറായിരുന്നു. സസ്പെൻസ് ആടെ എത്തിയിട്ട് അപ്പൊ നമ്മള് പോകുന്ന വിഷയം നമ്മൾ എടുക്കും. നമ്മള് ഇരിട്ടി മട്ടന്നൂർ റൂട്ട് അങ്ങനെ രണ്ടാളാളെ കാത്തിരിക്കുന്നുണ്ട്. അത് അങ്ങ് എത്തിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഒന്ന് വിടല്ലേ. ഒന്ന് ഓക്കെ, നിപ്പി ഓക്കെ അല്ലേ? റെഡി അല്ലേ? എന്തുണ്ട് നീ സ്കൂളിലും പോകണ്ടാ? സ്കൂളിലും പോയിട്ടില്ല? 2 ദിവസം ലീവ് അല്ലേ? അടിച്ചു പൊളിക്കണം നമുക്ക്. ഉണ്ണി, അച്ഛനും അമ്മയിലും അടിച്ചു പൊളിക്കുമ്പോ നീയാണ് എന്റെ ചങ്ങായി. അണ്ടക്ക് കമ്പനി നീയാ തരണ്ടേ കേട്ടാ. നമ്മള് ചങ്ങായി പറയാടി ഫ്രണ്ട്സ്. അടി അടിക്കണ വേണ്ടെന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. നമ്മളാർന്ന് എല്ലാ കപ്പിൾസ് ആയിട്ട് അടിച്ചു പൊളിക്കുമ്പോ മനാഫ് ഇങ്ങനെ ഒറ്റക്ക് ഇരിക്കുവാണ്. അതങ്ങനെ തന്നെ ഉണ്ടാവും. ആ ഒരു കാഴ്ച കാണണം നമുക്ക്. അങ്ങനെ നമ്മൾ ആ ഇരുട്ടിയിലെത്തി കേട്ടാ. വീടിന്റെ റൈറ്റിലേക്കാണ് നമ്മൾ മാനന്തവാടി റൂട്ട് കേട്ടോ. വീടിന്റെ റൈറ്റിലേക്ക് പോയാൽ നമ്മൾ നേരെ മാനന്തവാടി, റൈറ്റ് നേരെ വിടുക കേട്ടോ. നമ്മൾ കൊട്ടിയൂർ വഴി ആ സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഇതാണ് കേട്ടോ നമ്മള് ആർല ഫാമിലേക്ക് പോകുന്ന വഴി കേട്ടോ. ഇത് തന്നെയാണ് കേട്ടോ, സെറ്റാണ് ഫാമിലേക്ക് പോകേണ്ട വഴി. അത് ഫോറസ്റ്റ് കേളകെത്തി. ഇവിടുന്ന് 6 കിലോമീറ്റർ കേട്ടോ നമ്മള് കൊട്ടിയൂരം അമ്പലത്തിലേക്ക്. ഇതാണ് കേളകം ജംഗ്ഷൻ. ഇവിടുത്തെ പള്ളി ഉണ്ടെങ്കിൽ പാൽച്ചോരം കേട്ടോ. നമ്മൾ ഈ ചുരം കയറാൻ പോവാന്ന്. സൈഡിലുള്ള വ്യൂ എല്ലാം കണ്ടെങ്കിൽ നല്ല രസമാണ്. ഇവിടുത്തെ ഒരു സെറ്റാണ്. നമ്മളിനി നല്ല ഇവിടുന്ന് ഇനി ഒരു 17 കിലോമീറ്ററേ ഉള്ളൂ മാനന്തവാടിയിലേക്ക്. ഒറ്റ ചെറിയ ഈ ഒരു വീതി ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഒരു ഭയങ്കര സംഭവം. എന്ന് വെച്ചാൽ ഈ ഒരു വീതി അത്രേ ഉള്ളൂ. പണ്ട് അധികം കുറച്ച് റിസ്ക് എന്ന് പറഞ്ഞ ഒരു പാൽച്ചോര തന്നെയാണ് കേട്ടോ. മറ്റേ നമ്മൾ കൂത്തുപറമ്പ് അതിലോട്ട് ഇപ്പൊ നെടുകോൽ ചോര കുറച്ചും കൂടി വീതിയുള്ള ചോരാണ്. ഇപ്പൊ അവിടെ എന്തോ പൂട്ടിക്കിടക്കുക എന്തോ എന്നറിയില്ല. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ണൂർക്കാർക്കെല്ലാം വരാൻ സുഖം 1-2 വഴിയുണ്ട്. ഒന്നൊരു കൂത്തുപറമ്പ് നെടുകോൽ ചോറും, അതുപോലെ നമ്മുടെ മട്ടന്നൂർ ഇരുട്ടി മറ്റേ കൊട്ടിയൂരോ ഈ ചോരം മറ്റേ പാൽച്ചോരം. കുറച്ച് എളുപ്പമല്ല. ഇത് എളുപ്പമാണ്. ഇത് നമ്മൾ അവിടെ മേലെ എത്തി, മാനന്തവാടിന്റെ അവിടെ എത്തി നമ്മള്. ഇതിലൊരു അധികം ബ്ലോക്കാൻ പിരാന്താവാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എയർപിൻ കേട്ടോ. നോക്കി സെറ്റാണ്. രണ്ടാമത്തെ എത്തിയടാ. എരിപ്പാട് 1 എരിപ്പാടുന്ന് 2ാമത്തെ കേട്ടോ. എയർപിൻ നമ്പർ 2. എങ്ങനെയുണ്ട് ചുര കണ്ടിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റ് അറിയിക്കണം കേട്ടോ. എന്തായാലും ഇതിലോട്ട് ആരെങ്കിലും പോയ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അങ്ങനെയാ നമ്മള് പാൽച്ചോരം കയറി കഴിഞ്ഞതാ. നമ്മളിനി വയനാടിലേക്ക് കയറാൻ പോകട്ടോ. ഇവിടെ ചെക്ക് പോസ്റ്റെല്ലാം ഉണ്ട് കേരള പോലീസിന്റെ. ഇനി നമ്മൾ ഒറ്റ സ്ട്രൈറ്റ് മാനന്തവാടിയിലേക്കാണ്. പാൽച്ചോരം എങ്ങനെയുണ്ട്? സന്തോഷം കണ്ടിട്ടില്ല. പക്ഷെ റോഡ് അത്യാവശ്യം ആദ്യമൊക്കെ ഭയങ്കര കുണ്ടും കുഴിയൊക്കെയാണ്. ഇപ്പൊ സെറ്റ് റോഡൊക്കെയാണ്. നമ്മൾ പെട്ടെന്ന് നമ്മൾ നേരെ കയറി അല്ലേ, പെട്ടെന്ന് എത്തി. അങ്ങനെ ബ്ലോക്കൊന്നുമില്ല കേട്ടോ. സെറ്റാണ്. ഈ ഒരു ടൈമിൽ വരുമ്പോ ബ്ലോക്കെല്ലാം കുറവാണ്. ഈവനിങ് ഒക്കെയാണ് നല്ലൊരു ബ്ലോക്ക്. നോക്കും മക്കളെ, ഇത് രസമാണ്. നല്ല തണുപ്പാട്ടല്ലേ. ഇങ്ങോട്ട് കേറുമ്പോ തന്നെ വേറെ തന്നെ ക്ലൈമറ്റ് മൊത്തം ചേഞ്ച് മാറിയല്ല. പെട്ടെന്ന് എത്തിനു ഒരു ബ്ലോക്കും ഇല്ലാണ്ട്. വണ്ടി കുറവാ, അതുകൊണ്ടാണ് പെട്ടെന്ന്. ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് നിർത്തിയിട്ടുള്ള നല്ല നാടൻ ഭക്ഷണം കിട്ടുന്നതായിട്ടാണ് ഇവിടെ നിർത്തിയിട്ടുള്ളത്. ഇവിടുന്ന് നല്ല അടിപൊളി സദ്യ കഴിച്ചിട്ട് ഇറങ്ങാനുള്ള ഒരു പരിപാടി കേട്ടോ. ഓക്കെ, വനിതാ ഹോട്ടൽ. അത് നാടൻ ഭക്ഷണമായിരിക്കും അല്ലേ? അതെ. യൂട്യൂബിലൊന്നും ഇടുവോ? ആ യൂട്യൂബിൽ തന്നെ ഇട്ടു. യൂട്യൂബ് ചാനൽ തന്നെയാണ്.
അതിൻ്റെ ഉള്ളിലേക്ക് കയറാം. നല്ലൊരു ഹോട്ടലല്ലേ, സെറ്റ് നല്ലൊരു ഗേറ്റുണ്ട്, കാര്യമുണ്ട്. അപ്പോൾ ഇവിടെ നല്ല എന്താ പറയുക, നല്ലൊരു ലേഡീസാണ്. അപ്പോൾ നല്ലൊരു വനിത ഹോട്ടലാണ് ഈ ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ നല്ല സദ്യ കഴിക്കല്ലേ നിത്യ, സെറ്റല്ലേ ഉണ്ണി? എനിക്കെന്ന് പറഞ്ഞ കഞ്ഞി പേരാ, കഞ്ഞി എടുക്കാം. സ്കൂളിൽ പോകുമ്പോൾ എന്തൊക്കെ നീ സ്കൂളിൽ പോകണ്ട കേട്ടാ, അപ്പോൾ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. നല്ല അടിപൊളി ഹെരയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ ചോറ് വരട്ട് മക്കളെ, കേബേജ് വറവ്, അച്ചാറ്, ഉപ്പേരി, കർമൂസത് കപ്പക്കല്ലേ, മാങ്ങ അച്ചാറല്ല കേട്ടോ ഗേസ്, ഇത് കപ്പക്ക. നമ്മൾ കർമൂസ് എന്ന് പറയും, പപ്പായ അല്ലേ. സന്തോഷം എല്ലാത്തിൽ ടേസ്റ്റ് വെക്കുന്നുണ്ടല്ലേ, കഷ്ണം കഴിച്ചിട്ട്. ഇതിനെന്താ പറയണ സന്തോഷ്? കൊണ്ടാട്ടം എന്താ എനക്കറിയില്ല, എനിക്ക് ചിലതൊന്നും പറയാൻ കിട്ടും. ഇതാണ് പുള്ളറിയാ, ഇത് കൂട്ടറിയാവൂലോ. അതൊക്കെ കുറച്ച് മതിയാ. മതി മതി. പപ്പടം കേസ്, പപ്പടം ഈ കൊയ്യാക്കി വെക്കുന്ന ഇത് ഇതേടെ വെക്കുക സാമ്പാറാ. ഇതില് സാമ്പാർ, ഇതില് മീൻകറി. മീൻകറി അല്ലേ? അനക്ക് പക്ഷെ മീൻകറി വേണ്ട, എനിക്ക് സാമ്പാർ മാത്രം മതി, അതാ രസം. അങ്ങനെ സന്തോഷം ഫുഡ് അടിക്കല്ലേ, നല്ല സെറ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതേയൊരു വൈബ് കേട്ടോ. അപ്പൊ നാടൻ ഫുഡ് അല്ലേ, അവര് ബോർഡ് മേടിച്ചത് വെറുതെ അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ വയനാട് കിട്ടുന്ന വരുന്ന ടേസ്റ്റ് മസ്റ്റായിട്ട് ഇവിടെ കയറ്റി തന്നെ കഴിച്ചു അല്ലേ, നമുക്ക് നല്ല ബിസിനസ് സെറ്റ്, നല്ല രസമുണ്ട്, നല്ല മോലൊക്കെ ഉണ്ട്. ഇവിടെ അടിപൊളി ഫുഡ് കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. എന്താ പറയുക, ഇവിടെ ഈ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ കയറി കഴിക്കാം. നല്ല അടിപൊളി ഭക്ഷണം, നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല അടിപൊളി സാമ്പാർ. ഫുഡെല്ലാം അടിച്ച് നമ്മളിവിടുന്ന് വിടാൻ പോവാ അല്ലേ. അങ്ങെത്തിട്ടാണേ നമ്മള് ആ സ്ഥലത്തേക്ക് എത്താനായ വീഡിയോ ഫുള്ളായിട്ട് കാണണം അല്ലേ, മസ്റ്റ് വാച്ച്. ഇനി നീന്തലെല്ലാം പഠിപ്പിച്ചാറുണ്ട്. അങ്ങനെ നമ്മള് മാനന്തവാടി ടൗൺ എത്തിയട്ടോ, മാനന്തവാടി എത്തി. പിന്നെ നമ്മള് സ്പോട്ടിലേക്ക് എത്താൻ പോകുന്നട്ടോ. അപ്പൊ ഒരു ഓട്ടോക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മുമ്പിൽ നിന്ന് വയ്യെല്ലാം കാണിച്ചു തന്നിട്ട്. ഈ മൂപ്പർ നമുക്ക് വയ്യെല്ലാം പറഞ്ഞു തന്നെ. ഇത് നേരെ പനമരത്തും ഇതിനിപ്പം 3-4 കിലോമീറ്റർ കൂടുതലാണ്, 4 മൈൽ. ഇത് പനമരത്തും അവിടെ നിന്ന് ചോദിച്ചാൽ മതി. അപ്പൊ ആ ഒരു വ്യക്തിയാണ് കേട്ടോ നമുക്ക് വയ്യൊക്കെ പറഞ്ഞു തന്നത്. അപ്പൊ നമ്മളെ സ്ഥലത്തേക്ക് ഇതാ ഏതാനും നിമിഷങ്ങൾക്ക് എത്തും അല്ലേ. മാനന്തവാടിക്ക് നല്ല റഫല്ലേ, നല്ല തിരക്കൊക്കെ ഉണ്ട്. അടിപൊളി റോഡ് എത്താ വയനാടിലുള്ളല്ലേ, സൂപ്പർ റോഡ് കേട്ടാ. നല്ലൊരു എന്നാ രസം പോവാന്. ചങ്ങായിമാരെ ഈ ഒരു സീനിൽ ഭയങ്കര സംഭവം കേട്ടോ. 1 മിനിറ്റ് ആയിട്ടും ഇത് ആകുന്നില്ലടാ സംഭവം, ഇത് സ്റ്റക്കായത് അത് സംഭവം അല്ലേ. 1 മിനിറ്റോളായി നമ്മളിവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട്. വീടിന്ന് റൈറ്റ് നമുക്ക് പോകേണ്ടത്, നമ്മൾ സ്ഥലം എത്താനായി അല്ലേ, ഏകദേശം ഒരു 10-15 കിലോമീറ്ററും കൂടി. അപ്പോൾ എല്ലാം നിങ്ങൾ കണ്ട ഒരു ശരിയായൊരു സംഭവം നമ്മൾ പോകാൻ പോകുന്നത് അല്ലേ. ഇത് എത്ര സമയമാടാ ഈ ഒരു സീരിയലല്ലേ, കൊറേ സമയാട്ടോ. ബാക്കിൽ എന്ത് വണ്ടി നോക്കിയ നീ നല്ല ഇത് ബ്ലോക്ക് ആവും കേട്ടോ മിക്കവാറും. അപ്പൊ ഇവിടുന്ന് റൈറ്റിലേക്കാണ് കേട്ടോ.
സംഭവം ഇതൊന്നല്ല കേട്ടാ. നീ അത് കാണിച്ചു കൊടുക്ക്. ആ ഒരു വലിയൊരു നേതാവ് പോകുന്നുണ്ട്, അതിന് നമ്മളെല്ലാം ഇവിടെ ബ്ലോക്ക് ആക്കി അല്ലേ സന്തോഷം? അവര് പോകുന്നോണ്ട് ഇവിടെ ബാക്ക് വരെ അങ്ങ് അറ്റം വരെ ബ്ലോക്കാ. കഴിഞ്ഞിട്ടില്ല, എല്ലാരും പോയി കഴിഞ്ഞ്. ആരോ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ആരോ ഒക്കെ വന്നില്ല അല്ലേ? ആരോ വരുന്നുണ്ട്, അതാണ് ഇത്രയും പിടിച്ചു വെച്ചത് വണ്ടി. ഇപ്പൊ വണ്ടി വിട്ട്. അങ്ങനെ നമ്മള് വൈറ്റിയൂർ ടൗണിൽ എത്തിയട്ടാ. നമ്മള് മാനന്തവാടിയിൽ ഇങ്ങോട്ടേക്ക് വരെ ഭയങ്കര ഒരു ഡിലേ ആയിനല്ലേ സന്തോഷം? മാനന്തവാടി വരെ വട്ടം എത്തിയതാണ്. അതുവരെ ഭയങ്കര ഇവിടെ വരെ എത്തുമ്പോ ഭയങ്കര ഡിലേ ആയിരുന്നു. പിന്നെ ഇതുവരെ നല്ല അടിപൊളി റോഡായിരുന്നു. പിന്നെ ബാക്കിയുള്ള റോഡ് എല്ലാം എന്താ പറയാ എല്ലാം റെഡിയാക്കിക്കൊണ്ടേ എത്താന്നല്ലേ? പണി നടക്കുന്നുണ്ട്, നല്ല പണി നടക്കുന്നുണ്ട്. അതൊരു ഈ ഒരു വീട് വരെ എത്താനാണ് കുറച്ച് നമ്മൾ ഡിലേ ആയത്. ബാക്കി നമ്മൾ സെറ്റായിട്ട് വന്നില്ലേ? അപ്പൊ നമ്മളെ സ്ഥലത്തേക്ക് ഇപ്പൊ 2 മിനിറ്റ് കൊണ്ട് എത്തും കേട്ടാ. നിങ്ങളാ ഒരു ടിസ്റ്റ് അപ്പം കണ്ടു അല്ലേ? ടിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല, ഇതാണ് സഫാരി വൈറ്റിരി റിസോർട്ടിലേക്കാണ്. അല്ല ഇത് വീടാന്നല്ലോ. ഹലോ ഗൈസ്, മാറിപ്പോയി. ഇത് വീട്ടിലേക്കാണ് നമ്മള് പോകുന്നത്. അങ്ങോട്ടേക്കല്ല, നമ്മള് അവിടത്തേക്കാണ് പോണ്ടത്. വീടിന് ലെഫ്റ്റാണ് കേട്ടാ, ലെഫ്റ്റാണ് പോണ്ടത്. വീട്ടിൽ കയറിട്ട് 2 അടി തരും. കണ്ടില്ലേ? അപ്പൊ ഇവിടത്തേക്ക് വരുമ്പോ റോഡെല്ലാം താറിട്ടൂടല്ലേ? റോഡ് കുറച്ചൊരു സീനായ നല്ല ജീപ്പ് താറെല്ലാം എടുത്ത് തരുന്നെങ്കിൽ വൈബായിരിക്കും കേട്ടോ അല്ലേ? അപ്പൊ നമ്മളെ റിസോർട്ടിലേക്കാണ് വന്നിരിക്കുന്നത് ഗേസ് അല്ലേ? എത്തിക്കൊണ്ടിരിക്കുന്നതാ. ഇതെന്നാണ് സംഭവം? നമ്മൾ എത്തിയിരിക്കുന്നത് വണ്ടിയിൽ പേടി നിർത്തോടാ. എത്തിയിരിക്കുകയാണ്. ഇവിടെ വണ്ടി നിർത്തണ്ടേ വരും തോന്നുന്നു. നമുക്ക് ഇവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള നമുക്ക് വിഷ്വൽ എടുക്കാം. ഉണ്ണി എണീക്കോ, എത്തിയിരിക്കുകയാണ്, എണീക്കടാ. അപ്പൊ നമ്മള് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് താഴേക്ക് പോവാം. ഇനി നിങ്ങൾക്ക് മൊത്തം ഇങ്ങക്ക് കറങ്ങി കാണിച്ചു തരാം അല്ലേ? നമ്മളെ നാട്ടിൽ നിന്ന് ഒരു സ്ഥലം പേരൊക്കെ വരുന്നത് പറഞ്ഞത് ഇവിടത്തേക്കാണ് കേസ് അല്ലേ സന്തോഷം? ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് ഒരു വീട്ടിലേക്ക് ഇനി പോകാൻ നോക്കിയത്. കണ്ണൂരിൽ വന്നിട്ട് ഇപ്പൊ അടിമടിച്ച് കെട്ടേണ്ട അവസ്ഥയാവും കേട്ടോ. അടുത്ത ആള് ചിരിക്കുന്നുണ്ടല്ലേ മക്കളെ? അവര് സഫാരി റിസോർട്ട് എന്നിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയെ. അപ്പൊ ഇനി ബാക്കിയുള്ള മൊത്തം ഇങ്ങക്ക് കാണിച്ചു തരാം. എന്തെല്ലാം സെറ്റപ്പ് എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. മുഴുവനായിട്ട് കാണണം കേട്ടോ. കുറച്ച് ക്ഷമിച്ച് കാണണം ഈ വീഡിയോ. ഓക്കെ, കേരിപ്പാട് തന്നെ നല്ലൊരു സെറ്റപ്പ് കേട്ടോ. എന്താ പറയുക, നല്ലൊരു രസമുണ്ട്. ഒരു ഇനി ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇങ്ങനെ കാണിച്ചു തരാം. നമ്മൾ ഈ കേരിപ്പാട് തന്നെ എന്താ പറയുക വേറെ തന്നെ ഒരു നല്ലൊരു വൈബാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് മൊത്തത്തിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമ്മൾ പറഞ്ഞ മുത്താർജി എത്രയോ കാലം ശേഷമാണ് മുത്താർജിനെ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വന്ന് കയറിയ പാടാണ് കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു വ്യക്തി നമുക്ക് വെൽക്കം ഡ്രിങ്കെല്ലാം തരുന്നത്, ആസ്വദിക്കാൻ ജ്യൂസൊക്കെ കുടിച്ചിട്ട് പോകാന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കിവിടെ കയറിയ പാടുന്ന നല്ല അടിപൊളി മുന്തിരി ജ്യൂസ്. താങ്ക് യു. നമ്മളെ ഇവിടുത്തെ മാനേജർ എന്താണ് പേര്? ഇവിടെ തന്നെ സ്ഥലം? ഇവിടെ തന്നെ, വയനാട് തന്നെ. അങ്ങനല്ലേ? നമ്മൾ ആ താഴേക്ക് നടന്നു പോവാട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ താഴേക്ക് നടന്നു പോകാന്ന്. ഇവിടെയൊക്കെ ഒരു കുറച്ച് കഴിഞ്ഞാൽ നല്ലൊരു തോടയായിരിക്കും കേട്ടോ. ഭയങ്കരമായിട്ട് നല്ല രസമായിരിക്കും. എന്താ ഇവിടെയൊക്കെ റൂമുണ്ട്. ഓരോ നമ്പറാട്ടോ, ഓരോ വില്ലയ്ക്ക് ഓരോ നമ്പറാണ്. ഇപ്പം ഇത് 101 അല്ല, ഒരുപാട് സെറ്റാണ്. സന്തോഷേ, നിന്റെ ഫസ്റ്റ് അനിമോളല്ലേ ഇത്? അനിമോളല്ല, അനിമോളല്ലേ ഫസ്റ്റത്തെ അല്ലേ? എത്ര കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട്? 8 കൊല്ലം. 8 കൊല്ലായിട്ടാ. നമ്മളെ സ്ഥലം എത്തിയേ. ഇന്ന് ക്രിക്കറ്റ് കളിക്കോട്ടെ. ഇന്ന് എൻ്റെ 6
6ഉം 4 അടിച്ച് കളിക്കണം. ഒന്നും എടുത്തിട്ടില്ല. എന്താ ഹായ് ഹായ് പ്രാവെല്ലാം കണ്ടു നിങ്ങൾ? പ്രാവ് ഇവിടെ നമുക്ക് മീനെല്ലാം പിടിക്കാം കേട്ടോ. എവിടുന്ന മീനിനെ പിടിക്കണ്ടേ? ഇവിടുന്നാ? നിങ്ങൾ പേടിക്കാൻ പാടില്ലടാ, ഇത് അടിച്ചു പൊളിക്കണ്ടല്ലോ നമ്മള്. ഇതാണ്ടോ സന്തോഷം? കുട്ടികൾക്ക് നല്ല കളിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ട് കേട്ടോ. ഇവിടുന്ന് ക്രിക്കറ്റ് കളിക്കാം, ഇവിടുന്ന് ജമ്പ് ചെയ്യാം, സെറ്റാണ് കേട്ടോ. വേറെ ലെവൽ റിസോർട്ടാട്ടോ. പക്ഷെ ഓരോ റൂമും ഓരോ നമ്പറായിട്ട് ഒരു വില്ല പോലെ കേട്ടോ ഇത്. കണ്ട നമുക്ക് എത്രയോ ആൾക്കാർക്ക് വന്നിട്ടും നമുക്ക് സേവ് ചെയ്യാം. ഭയങ്കര വിശാലമായ ഒരു സൗകര്യം കേട്ടോ, സെറ്റാണ് കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഒരുപാട് റൂമും കാര്യമൊക്കെ ഉണ്ട്. മൊത്തം റൂമാട്ടോ ഇവിടെ മൊത്തത്തിൽ എന്താ പറയുക, നല്ല എൻജോയ് ആയിട്ട് ഫാമിലി ആയിട്ടും വരാം, നല്ല എൻജോയ് ആയിട്ട് അടിച്ചു പൊളിക്കാം കേട്ടോ ഈ റിസോർട്ടിൽ വന്നാൽ. എന്താ ഫുള്ള് അങ്ങത്തോളുണ്ട്, എല്ലാം നിങ്ങൾക്ക് ഫുള്ള് ചുറ്റിക്കറങ്ങി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് റൂമിലേക്ക് പോയിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് എന്നിട്ട് ബാക്കി എല്ലാം നിങ്ങൾക്ക് സൗകര്യം പോലെ എല്ലാം കാണിച്ചു തരാം കേട്ടോ. 2 റൂമാണ് അവിടെ ഉള്ളത്. ഞാൻ സന്തോഷത്തിന് ഒരു റൂം എടുത്തേക്കണ്. അതൊക്കെ കിടക്കാണ് ഈ ഒരു ബെഞ്ച് മതിയില്ലേ, പൊളിക്കൂലേ? അത് അടിപൊളിയായി. ഈ ബെഞ്ചിമിന് കിടക്കണ്ടേ ബെഞ്ചുമനും കിടക്കുക, അതൊരു അവസ്ഥ തന്നെടാ. നിങ്ങൾ കപ്പിൾസ്, അപ്പൊ നമ്മൾ സിംഗിൾ പ്രസംഗിയാണ്. നമുക്ക് റെഡിയാവും. പിന്നെ ആരും മാറാൻ നിൽക്കണ്ട. സ്പെഷ്യൽ റൂം എടുത്തിന്. ഇതാ കണ്ടില്ലേ, സ്പെഷ്യൽ റൂം എടുത്തേക്കണ്. ഇതെനിക്ക് ഒറ്റക്ക് നിക്കാനാ. സെറ്റ് റൂമാട്ടോ. ബാത്റൂമൊക്കെ കാണിച്ചു തരാം കേട്ടോ. നല്ല സൗകര്യം ഉണ്ട് കേട്ടോ. നമ്മളെപ്പോലെ സിംഗിൾ ആയിട്ട് വരുന്ന ആൾക്കാർക്കുള്ള റൂമാട്ടോ ഇത്. സിംഗിൾ പ്രസംഗം ആയിട്ട് അല്ലേ, സിംഗിൾ പ്രസംഗം ആയിട്ട് വരുന്ന ആൾക്കാർക്കുള്ള റൂമാണ്. മുത്താർജി നല്ലോണം ഊക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഇൻഷാല്ലാ ഏതെങ്കിലും ഒരു വധു നമുക്ക് കാത്തു നിൽക്കുന്നുണ്ടോ, നമ്മളെ തലയിൽ വിരിച്ച ആരെങ്കിലും ഉണ്ടാവും അല്ലേ. അപ്പൊ ഇവരെ റൂമെല്ലാം പോയിട്ട് കാണിച്ചു കൊടുക്കട്ടെ. നിങ്ങളെ മുത്താർജിന്റെ റൂം, സന്തോഷ് റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല സെൻട്രൽ ഹാൾ കേട്ടോ, നമ്മളൊരു വീട് പോലെ തന്നെയാണ് കേട്ടോ. നല്ലൊരു സെൻട്രൽ ഹാളൊക്കെ ഉണ്ട്. കിച്ചണ് കണ്ടു നിങ്ങള്. ഇറങ്ങിയപ്പാട് വന്നപ്പാട് കണ്ട ഒരു വിഷു ഉണ്ട്, നല്ല അടിപൊളി അപ്യൂളാണ്. നേരത്തെ ഞങ്ങൾക്ക് കാണിച്ചു തന്നെ തന്നെയാണ്. മനാഫേ ആയിഷോ, ഇതാ നമ്മളെ മുത്താർജിക്കാരന്റെ മോള് പോയി ഓടി. സന്തോഷിന്റെ മണിയാറില് നാണം കണ്ട ചെക്കന്റെ. ഇതാണ് കേട്ടോ സന്തോഷിന്റെ റൂം. സെറ്റാണല്ലേ, പക്ഷെ എന്റെ റൂം ആട്ടോ അടിപൊളി. ഓ ഇങ്ങക്ക് ഈ സെറ്റപ്പ് ഉണ്ട്, പക്ഷെ നമ്മക്കില്ല അത്. ഇവരെ ബാത്റൂം ഒക്കെ നോക്കടാ, സെറ്റല്ലേ, ശരിയായ നീറ്റ് ആൻഡ് ഹൈജീൻ. ഇനി നമുക്ക് മുത്താർജിന്റെ റൂം കാണാൻ പോ. ഇതാണ് മുത്താർജിന്റെ റൂം. പക്ഷെ ഇല്ലല്ലേ, ശരിയായ. ആയിഷോ ഇന്ന് നമുക്ക് കളിക്കണ്ടേ? ഇന്നത്തെ ചങ്ങായി മാറി വരല്ലോ. ആയിഷു ഉണ്ണി അടിപൊളി കേട്ടോ. ഇതിവിടെയൊക്കെ നല്ല സെറ്റാണ്. പുറത്തൊക്കെ ബാൽക്കണിയും കാര്യമൊക്കെ ഉണ്ട്. നിൽക്കുന്നത് ഈ ഒരു വില്ല കേട്ടോ. 211 ഇതിൻ്റെ നമ്പർ. ഇതിൻ്റെ മേലെല്ലാം ഉണ്ട് കേട്ടോ, അങ്ങത്തോളം ഉണ്ട്. കണ്ടോ സന്തോഷം മനാഫ് ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലവിടെ കളിക്കാൻ കഴിയൂ. 6ഉം 4ഉം അടിക്കാൻ കഴിയില്ല. ഞാൻ കളിക്കാൻ കയറാണ്. ഞാൻ കളിക്കാൻ പോവാ. കളി ആരംഭിക്കുകയാണ്. സന്തോഷ്
വേഗം ബോൾ എടുത്ത് എറിയൂ. വേഗം വേഗം. ഏറ് വലിയ സുഖമില്ലാതല്ലേ. സന്തോഷ് ഭായ് മുത്താർജിയാണ് കളിക്കാൻ പോകുന്നതാ. എന്താ ചങ്ങായികൾ കളിക്കുന്നു? ഊഞ്ഞാലാടാ ഉണ്ണി. ബാറ്റ് ചെയ്യുന്നേട്ടാ. ഇത് എന്തായിട്ട് കിടഞ്ഞ അടിക്കുന്നത്? എലീനെ പിടിക്കല. സന്തോഷം കേട്ടോ ബാറ്റിങ്. സന്തോഷ ആട്ടി കൊടുക്ക സന്തോഷ. ആ ഇതെല്ലാം മക്കളായാലുള്ള ഒരു ഇത്. അതാ നീ വരുമ്പോ എന്താ ഇറങ്ങിപ്പോ ഞാൻ കേരാ. കല്യാണം കഴിച്ചിട്ട് മക്കളാണ്ടോ ഞാനൊരു നാട്ടിൽ കൊടുക്കും. ഉഷാറില്ല സ്പീഡായിട്ട്. അവിടെ തലകറങ്ങുന്നു. അടക്ക് തലകറങ്ങുന്നു. മതി മതി തലകറങ്ങുന്നുണ്ട് കാര്യത്തില്. ആ എനിക്ക് സന്തോഷം ഇതാ കുളിക്കാൻ ഇറങ്ങിയാണ് കേട്ടോ ഫുള്ള്. അപ്പൊ മുത്താർജി നീന്താൻ അറിയില്ലേ? മുത്താർജി നീന്താൻ തുടങ്ങിയ നീ ഒന്ന് കുളിക്കാൻ ഇറങ്ങിക്കോ. സന്തോഷിന്റെ മുടി ഉണക്കാൻ 2 മണിക്കൂറാവും. സന്തോഷ് വരൂ. ഞാൻ മോനെ സന്തോഷിന്റെ നീന്തൽ കാണാൻ പോവാണ്. പണ്ട് തോട്ടത്തില് കുളിക്കാൻ പോയതാണ്. കണ്ടത്തിലല്ലേ? തോട്ടില് കുളിക്കാൻ പോയ വ്യക്തിയാണ്. ഇപ്പാണ് കുളത്തിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോഴാ ഇറങ്ങി കുളിക്കേ. നീന്ത് ചങ്ങായി. സന്തോഷ് പോയോ? ചെരുപ്പ് വയ്ക്കുന്നില്ലേ? ചെരുപ്പ് വയ്ക്കോ. പോവാണ്. അടിച്ച് നല്ല അടി കേട്ടാ. അടിച്ചില്ലേ ഇത്? അടിച്ചില്ലേ? അതാ ഇറങ്ങി. നമ്മളെ ശുപ്പാണ്ടി ഇറങ്ങാൻ പോവാണ് തലക്ക് കെട്ടിട്ട്. നീന്തടാ. എല്ലാം ആയിണ്ടാ മുങ്ങിക്കുളി എല്ലാം വയ്ക്കുന്നുണ്ട്. അപ്പൊ പിള്ളേരെല്ലാം കുളിക്കാന്ന്. സന്തോഷം നീന്തൽ പഠിക്കുക. ഇങ്ങനെ ഇറക്കുന്നത് തല അടിക്കാണ്ട് കൊണ്ടിരിക്കും. ചായ കുടിക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. ഈ ഡോറെല്ലാം മര്യാദക്ക് ഇവിടെ കൊണ്ടേക്കണം. അപ്പൊ നല്ല അടിപൊളി ചായ കുടിക്കാൻ പോവാണ്. ചൂടുള്ള ചായ. സന്തോഷ് എന്റെ മുടിയൊന്നും നീ ഇന്ന് കുളിച്ചല്ലേ? നല്ല നനഞ്ഞിട്ടുണ്ട്. ഹെയർ ഡ്രയർ എടുക്കാൻ വീട്ടിലുണ്ട്. ഞാൻ എടുക്കാൻ പറഞ്ഞു. നല്ല ചങ്ങായി നമ്മളെ ചായയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ചൂടുള്ള ചായ കുടിക്കാൻ പോവാ കേട്ടോ. ചായ എല്ലാം കിട്ടി കേട്ടോ. സെറ്റ് ഒന്ന് കുടിക്കല്ലേ? നല്ല അടിപൊളി ഉള്ളി വട കേട്ടോ. നമ്മളെ ചായ കുടി കഴിഞ്ഞോ ജസ്റ്റ് ആ പുറത്തേക്ക് പോവാണ്. ഒന്ന് ജസ്റ്റ് പുറത്ത് പോയിട്ട് വരാം.
അങ്ങനെ നമ്മൾ ചായയുടെ എല്ലാം കഴിഞ്ഞ് ജസ്റ്റ് പുറത്തേക്ക് പോവാണ്. ഒന്ന് പോയിട്ട് വരല്ലേ? പോയിട്ട് വരല്ലേ? പുറത്ത് പോയിട്ട് ഒന്ന് ചില്ലായിട്ട് വരാം. ഓക്കെ, 10 മിനിറ്റേ ഉള്ളൂ. 10 മിനിറ്റാ. 3 കിലോമീറ്റർ. സബ്സ്ക്രൈബേഴ്സ് ആയ മുത്തിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോസ് ഡെയിലി കാണുന്നുണ്ട് അല്ലേ? ഓ പിന്നെ തീർച്ചയായും ഡെയിലും കാണുന്നുണ്ടല്ലോ. ഡെയിലി കാണാറുണ്ട്, വീഡിയോ കാണാറുണ്ട്. ഭയങ്കര ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. ഇഷ്ടമല്ല പിന്നെ നമുക്ക് ചിരിക്കാൻ താല്പര്യമുള്ളത് കൂട്ടുകാരൊക്കെ കൂടി ഇരുന്നതൊക്കെ വന്നിരിക്കുന്നതാണ് ഏറ്റവും കൂടെ വീഡിയോ കാണാൻ. ഫസ്റ്റ് പോയി മുത്താറിന്റെ ചങ്ങായിനെല്ലാം കണ്ടിട്ട് വന്ന് വണ്ടി നമുക്ക് ഇവിടെ വേറെ മുറ്റത്ത് വരെ നമുക്ക് പാർക്ക് ചെയ്യാം അല്ലേ? അപ്പൊ പോയിട്ട് വരുന്നേ കണ്ട. നിങ്ങൾക്ക് വേണ്ടിക്കല് നമുക്ക് ചെസ് കളിക്കാം, ക്യാരംസ് കളിക്കാം, വേറെ തന്നെ വൈബാട്ടോ. ഇന്ന് ഞാനും മുത്താരിച്ചതാ ക്യാരംസ് കളിക്കാൻ പോവാണ്. ഒന്ന് കളിക്കാൻ തുടങ്ങല്ലേ? എവിടെ ഇരിക്കല്ലേ? അപ്പൊ സന്തോഷം കൂട്ടാം. ചെസ് എനിക്ക് കളിക്കാൻ അറിയില്ല. നമ്മള് ക്യാരംസ് കളിക്കാണ് കേട്ടോ. പക്ഷെ ക്യാരംസ് കളിക്കാൻ അറിയാം? അറിയില്ല. തമാശ എന്നാ നോക്കാം നമുക്ക്. എന്നാ കളി തുടങ്ങല്ലേ? നമ്മള് ഫുഡ് അടിക്കാൻ പോവാ കേട്ടോ. എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തെല്ലാം ഫുഡാണ് നമുക്ക് പോയിട്ട് നോക്കാം. ഓക്കെ, ഇതെന്താണ്? സൂപ്പാ? വെജ് അല്ലേ? വേറെന്തെല്ലാം ഉള്ളേ? ഓക്കെ, ഹിന്ദിപ്പാറ്. അടുത്തത് ഫ്രൈഡ് വെജ്, ചപ്പാത്തി പൊറോട്ട അല്ലേ? ഓക്കെ, സെറ്റാണ് കേട്ടോ. വെജ് കുറുമ. ഓക്കെ ഓക്കെ, സെറ്റാട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ എടുത്തുള്ള സംഭവം എല്ലാം, ഫുഡെല്ലാം കണ്ടില്ലേ? ഒരു രക്ഷയില്ലാത്ത ഫുഡാട്ടോ. ഫുഡെല്ലാം കണ്ടില്ല, ഏകദേശം ഫുൾ സെറ്റ് ഫുഡാണ്. അപ്പൊ നാല് സന്തോഷം കഴിച്ചല്ലേ? അഭിപ്രായം പറയാം. എല്ലാം ട്രൈ ചെയ്തു. പിന്നെ ഒരു സംഭവം പറഞ്ഞാൽ 350 ഉറുപ്പ്യയുള്ളൂ. 350 സോറി, 350 ഉറുപ്പ്യക്ക് ഫുൾ അൺലിമിറ്റഡ് ഫുഡാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം. എന്താക്കണം? ഈ റിസോർട്ടിൽ നിങ്ങൾ സ്റ്റേ എടുക്കണം. അതിന്റെ കൂടെ എക്സ്ട്രാ 350 കൂടെ കൊടുക്കുകയാണെങ്കിൽ ഈ കാണുന്ന ഫുഡ് മൊത്തം നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടും. അതാണ് സെറ്റ്. അപ്പോൾ മിസ്സാക്കണ്ട. അടുത്തത് ഒരു ചപ്പാത്തി, ഒരു പൊറോട്ട, കബാബ്, സൂപ്പ് എല്ലാം സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഫ്രൂട്ട്സിലോട്ട് അടയ്ക്കാൻ പോട്ടാ. സെറ്റ് സാധനമാണ്. എന്നിട്ട് ഈ സാധനം കണ്ടോ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന വേല. നമ്മൾ ഇതൊന്ന് കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ഫിനിഷ് ചെയ്യണം. ഫുഡൊക്കെ അടിച്ച് കഴിഞ്ഞു. ഒരു രക്ഷയില്ലാത്ത ഫുഡ് കേട്ടോ. എന്താ പറയുക, നല്ല അടിപൊളി ഫുഡ്. എന്താ പറയുക, ഒരു സെറ്റപ്പ് ഇവരൊരു എന്താ പറയുക എല്ലാവരും റെഡിയാക്കി തന്നിട്ടുണ്ടായി. നമ്മളങ്ങനെ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ചു. ഒരു സേമിയ പായസമുണ്ട്, അത് കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാൻ വിചാരിക്കുന്നു. വേറെ ലെവൽ ഫുഡ് കേട്ടോ. നല്ലൊരു എന്താ പറയുക ഒരു സ്വീകരണം നമ്മളൊക്കെ എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ടായി. അപ്പോൾ നല്ലോണം കഴിച്ച് സന്തോഷമായി. ഓക്കെ, ശരിയായ റിസോർട്ട് കേട്ടോ. അങ്ങനെ രാവിലെ 8 മണിക്ക് എണീച്ചു. നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ പോവാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാട്ടോ. നല്ലൊരു ഈ ഒരു ടൈമല്ല, വയനാട് ഏതൊരു ടൈം വന്നാലും ഒരു നല്ലൊരു തണുപ്പ്, നല്ലൊരു കാലാവസ്ഥയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്തൊക്കെ ഉണ്ടാവും നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്താ സംഭവം നോക്കിയിട്ട് വരുന്നു. ഓക്കെ, രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള സംഭവമാണ് കേട്ടോ. റൊട്ടിയും കാര്യം ചാമൊക്കെ ഉണ്ട്. അതുപോലെ ആയിട്ട് ഹബില് പഴം സെറ്റാണ്. സാമ്പാർ, ചട്നി, പൂരി, ചിക്കറി എന്താണെന്ന് അറിയില്ല, കറി എന്താണെന്ന് അറിയില്ല. അങ്ങനെ പുട്ടുണ്ട്, കടലുണ്ട്, അങ്ങനെ നമ്മുടെ മുട്ട, ഇതൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് കേട്ടോ.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. സെറ്റ് ഫുഡാട്ടാ, ഒരു രക്ഷയില്ല അല്ലേ സന്തോഷം? വേറെ ലെവലല്ലേ? എന്താ പറയുക, നല്ല രസമുണ്ട്, നല്ല എന്താ പറയുക അടിപൊളി. നമ്മളെല്ലോണം കഴിച്ചു. നമ്മൾ പോവാ കേട്ടാ. എങ്ങനെയുണ്ട് മുത്താർജി റിസോർട്ടൊക്കെ? എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡാറായിട്ടും തന്നെ വൈത്തിരിയിൽ ഇതുപോലത്തെ റിസോർട്ട്, ഇത്രക്കും വലിയ പൂളോട് കൂടിയ റിസോർട്ട്, ബുഫറ്റ്, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അൺലിമിറ്റഡ്. എത്ര വേണം ഇത്? ഇവനൊക്കെ തടി കൂടിയെന്നാ പറഞ്ഞത്, 3-4 കിലോ തടി വരെ കൂടിയിട്ടുണ്ട്. അടിപൊളിയാണ്. മറ്റേ എന്താണ്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. നമ്മളെ റിസോർട്ടിന്റെ പേരും കൂടി പറ. സഫാരി ഹിൽസ് വൈത്തിരിയിലാണ് വരുന്നത്. നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനാഫ അടിയിൽ കൊടുക്കണം കേട്ടോ. എല്ലാം കൊടുക്കും. അപ്പോൾ സെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു വ്ളോഗ് നിങ്ങൾ കണ്ടതിന് ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ അൺസബ്സ്ക്രൈബ് ചെയ്യാം. ആ പാടില്ല, നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ എന്നാ ബൈ ബൈ. നമ്മൾ നാട്ടിലെത്തി ഗായ്സ്. ക്ഷീണം പിടിച്ച് ഇന്നൊന്ന് ഉറങ്ങണല്ലേ കുളിച്ചിട്ട്? പറയണ്ടതാ, വൻ ക്ഷീണം ഗായ്സ്. സുഖം സുന്ദരം. ഡ്രൈവിംഗ് ചെയ്യാൻ വണ്ടി ഓടിക്കണ്ട, രാജാവിനെ പോലെ ഇങ്ങനെ മുമ്പിലിരിക്കും പോകുമ്പോൾ പറഞ്ഞ അടിപൊളി യാത്ര അല്ലേ? പൊളിച്ച്. പിന്നെ അടുത്ത റിസോർട്ടായിട്ട് വരുന്നുണ്ട്, നമുക്ക് ഗംഭീരമായിട്ട് പൊളിക്കണം. അതെ, ഓക്കെ എന്നാ ബൈ ബൈ.